സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ആ മുടി ആരാണ് കൈമാറിയത്? ഇപ്പൊ നടന്ന സംഭവമാണല്ലോ. അയാളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ജസ്റ്റ് തന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ഈ വിഷയത്തിൽ. ആ പേരും അഡ്രസ്സും ഫോൺ നമ്പറും മാത്രം എന്നാൽ ബാക്കി നമ്മളായിക്കോളെ ആളെ പോയിട്ട് അഭിമുഖം നടത്തിക്കോളെ. അത് എങ്ങനെ കിട്ടി? ഇതിന്റെ യഥാസ്ഥിതി ജനങ്ങളെ അറിയിക്കാൻ തയ്യാറാണ്, സത്യം അംഗീകരിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചിട്ട് ഈ നിമിഷം വരെ ആളുടെ പേര് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യം നമ്മൾ എന്താ അനുമാനിക്കേണ്ടത്? ഇവിടെയാണ് പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, ആ മുടി കാന്തപുരത്തിന് ആര് കൈമാറി എന്ന മാത്രം ഒരു അഡ്രസ്, കൃത്യമായ ടെലിഫോൺ നമ്പർ കാന്തപുരം നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ, അത് അന്വേഷിച്ച് ബോധ്യപ്പെടുകയാണെങ്കിൽ, കാരന്തൂർ മർക്കസിലുള്ള ആ മുടിക്ക് കാന്തപുരത്തിന്റെ അനുയായികൾ കൽപ്പിക്കുന്നതിൽ 1000 മടങ്ങ് കൂടുതൽ പുണ്യം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ കൽപ്പിക്കുമെന്ന് മാത്രമല്ല, കാരന്തൂർ മർക്കസ് സൂക്ഷിച്ച ആ സ്ഥലം പോലും ഞങ്ങൾ ആദരിക്കാൻ തയ്യാറാണ്. പക്ഷേ പറയാൻ തയ്യാറാകുന്നില്ല. അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എന്ന് സ്ഥിരീകരിച്ചാലും നമ്മളത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഇതാ സംബന്ധിച്ചുള്ള വിശദീകരണം. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, UAE മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അത് വല്ലാത്ത പുണ്യവുമുണ്ട്.